എന്തുകൊണ്ടാണ് 90% ആളുകളും അവരുടെ ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു പോകുന്നത്? എന്തുകൊണ്ടാണ് ആഗ്രഹിക്കുന്നത് പോലെ വർക്ക് ചെയ്യാൻ കഴിയാത്തത്? ഒരുപാട് മോട്ടിവേഷണൽ വീഡിയോസ് ഒക്കെ നമ്മൾ കാണാറുണ്ട്, സെൽഫ് ഹെൽപ്പ് ബുക്സ് ഒക്കെ വായിക്കുന്നുണ്ട്, പോഡ്കാസ്റ്റ് കേൾക്കുന്നുണ്ട്, നമ്മളുടെ ഗ്രോത്തിന് ആവശ്യമാണ് എന്ന് തോന്നുന്നതെല്ലാം നമ്മൾ കൺസ്യൂം ചെയ്യുന്നുണ്ട്. ബട്ട് എന്തുകൊണ്ടാണ് നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ കഴിയാത്തത്? ഉത്തരം വളരെ സിമ്പിളാണ്. നമ്മളിപ്പോഴും ഗ്രോത്തിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൽ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. എന്താണ് ആ സ്റ്റേജ് എന്നല്ലേ? ഗെയിനിങ് തിയറി. നമ്മൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നതിലൂടെ, വായിച്ചുകൊണ്ടിരിക്കുന്നതിലൂടെ ഒരുപാട് പുതിയ അറിവുകൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് അറിയില്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഗെയിനിങ് തിയറി എന്ന ഫസ്റ്റ് സ്റ്റേജിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നത്. ഗ്രോത്തിൻ്റെ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ആക്ഷനാണ്. നമുക്ക് ടഫായിട്ട് തോന്നുന്നതും ആക്ഷൻ എടുക്കാൻ തന്നെയാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഇൻസ്റ്റൻ്റ് ആയിട്ട് നിങ്ങളെ ആക്ഷൻ എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന 5 സൂപ്പർ ട്രിക്സ് ആണ്. നമ്പർ 1, ദ 5 സെക്കൻഡ് റൂൾ. നമ്മളെല്ലാവരും വിചാരിക്കുന്നത് മോട്ടിവേഷനാണ് നമ്മളെ വർക്ക് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് എന്നാണ്. ശരിയാണ്, വർക്ക് ചെയ്യണമെങ്കിൽ മോട്ടിവേഷൻ വേണം. എന്നാൽ മോട്ടിവേഷൻ ലഭിച്ചത് കൊണ്ട് മാത്രം നമ്മൾ വർക്ക് ചെയ്യുമോ? മോട്ടിവേഷൻ ലഭിച്ചു കഴിഞ്ഞാലും നമ്മളെ എന്തോ ഒന്നിങ്ങനെ തടഞ്ഞു നിർത്തുന്നത് പോലെ ഉണ്ടാവും. ആ ഫോഴ്സിനെ 5 സെക്കൻഡ് റൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മറികടക്കാനായിട്ട് സാധിക്കും. ദ 5 സെക്കൻഡ് റൂളിൻ്റെ ഓഥറായിട്ടുള്ള മെൽ റോബിൻസ് ആണ് ഈ ഐഡിയ ആദ്യമായിട്ട് പങ്കുവച്ചത്. മടി ഓവർകം ചെയ്യാനും പെട്ടെന്ന് ആക്ഷൻ എടുക്കാനും നമ്മളെ സഹായിക്കുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ട്രിക്കാണ് 5 സെക്കൻഡ് റൂൾ. ഈ റൂൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു കാര്യം ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും തീരുമാനം എടുക്കണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അത് അടുത്ത 5 സെക്കൻഡിൻ്റെ ഉള്ളിൽ തന്നെ ചെയ്തിരിക്കണം. അതിൻ്റെ മേൽ കൂടുതലായിട്ട് ചിന്തിക്കാനോ അല്ലെങ്കിൽ ഒരു ഡൗട്ട് ഉണ്ടാക്കാനോ നമ്മളുടെ മനസ്സിന് ചാൻസ് കൊടുക്കരുത്. നിങ്ങൾ റോക്കറ്റ് ലോഞ്ച് ചെയ്യുന്നത് ന്യൂസിലും വീഡിയോസിലൊക്കെ കണ്ടിട്ടില്ലേ? ഒരു റോക്കറ്റ് ലോഞ്ച് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ എനർജി വേണ്ടത് അതിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ്. അത് സ്പേസിലെത്തി കഴിഞ്ഞാലോ 10-20% എനർജി മാത്രമേ അതിന് വർക്ക് ചെയ്യാനായിട്ട് ആവശ്യം ഉണ്ടാവുള്ളൂ. നമ്മൾ ഏതാണ്ട് അങ്ങനെ തന്നെയാണ്. സ്റ്റാർട്ട് ചെയ്യാനാണ് പ്രശ്നം. പിന്നെ ഒരു ഫ്ലോയിലെത്തി കഴിഞ്ഞാൽ അങ്ങനെ അങ്ങോട്ട് പോയിക്കോളും അല്ലേ? ആ സ്റ്റാർട്ടിങ്ങിലേക്ക് ഒറ്റയടിക്ക് എത്താനായിട്ട് 5 സെക്കൻഡ് റൂൾ നമുക്ക് യൂസ് ചെയ്യാം. സപ്പോസ് നമുക്ക് രാവിലെ നേരത്തെ എണീക്കണം, അലാറം ഒക്കെ സെറ്റ് ചെയ്ത് നമ്മൾ കിടന്നു. ഇനി രാവിലെ അലാറം അടിച്ചാലും പുതപ്പ് മാറ്റി എണീറ്റ് പോകാനായിട്ട് നമുക്ക് തോന്നും. നല്ല തണുത്ത കാലാവസ്ഥ കൂടി ആണെങ്കിൽ പറയേ വേണ്ട. ഇങ്ങനൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ 5 സെക്കൻഡ് റൂൾ ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാം. ഇനി അലാറം അടിക്കുമ്പോൾ 3, 2, 1 എന്ന് പറയുക, എന്നിട്ട് ചാടി എഴുന്നേൽക്കാം. ഇത് ഏതെങ്കിലും ടാസ്ക് ചെയ്യുന്നതിന് മുമ്പും അതുപോലെ ഒരു ഡിസിഷൻ എടുക്കേണ്ട സാഹചര്യത്തിൽ ഡൗട്ട് ഉണ്ടാകുമ്പോഴൊക്കെ വളരെ യൂസ്ഫുൾ ആണ്. നെക്സ്റ്റ് ടിപ്പ് പറയുന്നതിന് മുമ്പ്, നിങ്ങൾ ഓഡിയോ ബുക്സ് കേൾക്കാൻ ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ ദെൻ കുക്കു FM ഈസ് ഡെഫിനറ്റ്ലി എ ഗുഡ് ഓപ്ഷൻ. ഇതിൽ ഒരുപാട് ഓഡിയോ ബുക്സ് ഉണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ, ഹൗ ടു സേ നോ, മിനി ഹാബിറ്റ്സ്, അങ്ങനെ ഒരുപാട് ഓഡിയോ ബുക്സ് ഉണ്ട്. പിന്നെ ഇതിലിപ്പോൾ കുക്കു ബൈറ്റ്സ് എന്നൊരു ഫീച്ചർ ഉണ്ട്. അതായത് അറൌണ്ട് 15 മിനിറ്റ്സ് കൊണ്ട് തന്നെ ഒരു ബുക്കിൻ്റെ സമ്മറി നിങ്ങൾക്ക് കേൾക്കാനായിട്ട് പറ്റും, വിച്ച് ഈസ് റിയലി എ ഹെൽപ്ഫുൾ ഫീച്ചർ. സമയം വളരെ കുറവുള്ളവർക്ക് ഇത് നന്നായിട്ട് യൂസ്ഫുൾ ആയിരിക്കും. ആൻഡ് നിങ്ങളുടെ മൂഡ് അനുസരിച്ചുള്ള ഓഡിയോ ബുക്സ് ഇതിൽ കേൾക്കാം. ഒരുപാട് ഓഡിയോ ബുക്സ് ഇതിൽ അവൈലബിൾ ആണ്, ഡിഫറെൻറ്റ് ജോണറിൽ. സോ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ പിൻഡ് കമൻറ്റിലും കൊടുക്കുന്നുണ്ട്. നമ്മളുടെ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആനുവൽ സബ്സ്ക്രിപ്ഷനിൽ 50% ഡിസ്കൗണ്ടും കിട്ടുന്നതായിരിക്കും. ബാക്ക് ടു വീഡിയോ. നമ്പർ 2, കോൺക്വർ യുവർ ഗവർണർ. നിങ്ങൾ വാഹനങ്ങളിലൊക്കെ സ്പീഡ് ഗവർണർ അല്ലെങ്കിൽ സ്പീഡ് ലിമിറ്റർ കണ്ടിട്ടില്ലേ? അതെന്തിനാണ്? ആ വാഹനത്തിൻ്റെ എൻജിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ, സ്പീഡ് ലിമിറ്റ് ചെയ്യാൻ, വണ്ടിയുടെയും നമ്മളുടെയും ഒക്കെ സേഫ്റ്റി, ഫ്യൂവൽ കൺസപ്ഷൻ, ലീഗൽ റിക്വയർമെൻറ്റ്സ് ഇവയൊക്കെ മീറ്റ് ചെയ്യാനൊക്കെയാണ് അല്ലേ? ഇതുപോലൊരു ഗവർണർ നമ്മളുടെ ഒക്കെ ഉള്ളിലുണ്ട്. അത് നമ്മളുടെ കഴിവുകളെയും ഇങ്ങനെ ലിമിറ്റ് ചെയ്ത് വെക്കും, നമ്മളെ അധികം എഫേർട്ട് ഇടുന്നതിൽ നിന്ന് തടയും. അതാണ് നമ്മളുടെ കംഫർട്ട് സോൺ. ചിലപ്പോൾ എന്തെങ്കിലും വർക്കൊക്കെ ചെയ്ത് നമ്മൾ ടയേർഡാവും, നമുക്ക് മടുക്കും. പഠിക്കുകയാണെങ്കിൽ ഇത്രയും എനിക്ക് കഴിയുള്ളൂ, ഇനി കൂടുതലൊന്നും എനിക്ക് ഓർത്ത് വയ്ക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് തോന്നും. ഒരു 100 പുഷപ്പ് എടുക്കാൻ നമ്മൾ തീരുമാനിച്ചാൽ 40 എണ്ണം ആകുമ്പോഴേക്കും നമ്മൾ ടയേർഡാവും. നമ്മളോട് നമ്മളുടെ ബ്രെയിൻ ഇങ്ങനെ പറയും, ഇനി നിനക്ക് കഴിയില്ല, ഇത് നിർത്തുക എന്നൊക്കെ. നമ്മൾ നിർത്തുകയും ചെയ്യും. ബട്ട് ആക്ച്വലി നമ്മളുടെ കഴിവിൻ്റെ 40% മാത്രമേ അവിടെ ഉപയോഗിച്ചിട്ടുണ്ടാവുള്ളൂ. കൂടുതൽ വർക്ക് ചെയ്യാതിരിക്കാനുള്ള, കൂടുതൽ എനർജി കൺസ്യൂം ചെയ്യാതിരിക്കാനുള്ള ബ്രെയിനിൻ്റെ ട്രിക്കാണത്. നമ്മളതിൽ വീഴരുത്. അതിന് ബ്രെയിനിനെ ട്രെയിൻ ചെയ്യണം. അൺകംഫർട്ടബിൾ ആയ ചലഞ്ചിങ് ആയിട്ടുള്ള ടാസ്കുകൾ ചെയ്ത് നമ്മൾ ശീലിപ്പിക്കണം. ഇതിനായിട്ട് ഒരു റിവാർഡ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാം. നമ്മുടെ തലച്ചോറിന് റിവാർഡ്സ് ലഭിക്കുന്നത് വളരെയധികം ഇഷ്ടമാണ്. സോ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് ചെയ്താൽ നിങ്ങൾക്ക് തന്നെ റിവാർഡ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. റിവാർഡ് നമുക്ക് ഇഷ്ടമുള്ളതാകാം. ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാം, ഒരു മൂവി കാണാം, അതുപോലെ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷനും പ്രാക്ടീസ് ചെയ്യാം. അതായത് ഒരു കാര്യം ചെയ്താൽ അപ്പം തന്നെ റിവാർഡ് കൊടുക്കുന്നതിന് പകരം കുറച്ച് സമയം കഴിഞ്ഞ് റിവാർഡ് ചെയ്യുക. ഉദാഹരണത്തിന്, ഈ ആഴ്ച മുഴുവൻ ഞാൻ എൻ്റെ എയിമിന് വേണ്ടി വർക്ക് ചെയ്താൽ സൺഡേ ഔട്ടിങ്ങിന് പോവാം എന്ന് കരുതുക. നിങ്ങൾ ആഗ്രഹിച്ച പോലെ വർക്ക് ചെയ്താൽ ഡു ആസ് യു പ്രോമിസ്ഡ്. ഈ സ്ട്രാറ്റജി ഫോളോ ചെയ്ത് ബ്രെയിനിനെ നമ്മൾ ട്രെയിൻ ചെയ്യിക്കുന്നത് ലോങ് ടേം ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് വളരെ ഹെൽപ്ഫുൾ ആണ്. നമ്പർ 3, മാർക്ക് ആസ് ഡൺ. നമ്മളെല്ലാവരും ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കാറുണ്ട്. അതിൽ ഓരോ ടാസ്കിന് നേരെയും
ടിക്ക് മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ വളരെ വലുതാണ് അല്ലേ, ഒരു പ്രത്യേക സുഖമാണ്. ഇങ്ങനെ ടിക്ക് മാർക്ക് ചെയ്യുമ്പോൾ ലഭിക്കുന്ന സാറ്റിസ്ഫാക്ഷന് പിന്നിൽ ഒരുപാട് സൈക്കോളജിക്കൽ റീസൺസ് ഉണ്ട്. ഓരോ തവണ ടിക്ക് ഇടുമ്പോഴും നമുക്കുണ്ടാവുന്ന സെൻസ് ഓഫ് അച്ചീവ്മെൻറ്റ് ഉണ്ടല്ലോ, അത് നമ്മളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യും. പോരാത്തതിന് നമ്മളുടെ അടുത്ത ടാസ്ക് അച്ചീവ് ചെയ്യാനായിട്ടുള്ള മോട്ടിവേഷൻ തരും. നമ്മൾ ഓരോ തവണ ടിക്ക് ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് ആക്ച്വലി ഒരു റിമൈൻഡർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ദാറ്റ് യു ആർ മൂവിങ് ഫോർവേഡ് ആൻഡ് ഗെറ്റിംഗ് ക്ലോസർ ടു യുവർ ഗോൾസ്. ഇതിലൂടെ സന്തോഷവും സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുമ്പോൾ ഹാപ്പി ഹോർമോൺ എന്നറിയപ്പെടുന്ന ഡോപ്പമീൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയും ഗുഡ് ഫീലിംഗ് നമുക്ക് ഉണ്ടാവുകയും ചെയ്യുന്നു. മാത്രമല്ല നമ്മളുടെ ഫോക്കസ് ഇംപ്രൂവ് ചെയ്യും. ഒരു പ്രൊഡക്റ്റീവ് ഹാബിറ്റ് ലൂപ്പ് ഉണ്ടാക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. സൈക്കോളജിക്കൽ തിയറീസ് അനുസരിച്ച് ഒരു പോസിറ്റീവായ ബിഹേവിയർ ഉണ്ടാക്കണമെങ്കിലും അല്ലെങ്കിൽ നമുക്കുള്ള ഒരു പോസിറ്റീവ് ബിഹേവിയർ നിലനിർത്തണം എങ്കിൽ റീഎൻഫോഴ്സ്മെൻറ്റ് അത്യാവശ്യമാണ്. ടു ഡു ലിസ്റ്റ് ടിക്ക് ചെയ്യുക എന്നത് വളരെ സിമ്പിളായിട്ടുള്ള വളരെ ബേസിക്കായ വളരെ ചെറിയൊരു കാര്യം കൊണ്ട് നമ്മൾ നമുക്ക് തന്നെ റീഎൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്പർ 4, ഗെയിമിഫിക്കേഷൻ. മിക്ക ആളുകൾക്കും ഗെയിം കളിക്കുന്നത് വളരെ ഇഷ്ടമായിരിക്കും. അതിന് പ്രായവ്യത്യാസം ഒന്നുമില്ല. ചിലർക്ക് ഡിജിറ്റൽ ഗെയിംസ് ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് ഫിസിക്കൽ ഗെയിംസ് ആയിരിക്കും. നമുക്ക് ചെയ്യാനുള്ള ടാസ്കുകളും അതുപോലെ ഗെയിമിഫൈ ചെയ്താലോ? കേൾക്കുമ്പോൾ വളരെ ക്രേസി ആയിട്ട് തോന്നും അല്ലേ, ബട്ട് ഇറ്റ് വിൽ റിയലി വർക്ക്. നമ്മളുടെ ടാസ്കുകൾ ഗെയിമിഫൈ ചെയ്യുന്നതിലൂടെ നമുക്ക് കുറച്ച് ഫൺ എലമെൻറ്റ്സ് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് വർക്ക് ചെയ്യാനുള്ള മോട്ടിവേഷൻ ലഭിക്കും. മാത്രമല്ല നമ്മൾ വർക്കിലേക്ക് കുറച്ചുകൂടി എൻഗേജ്ഡ് ആവുകയും ചെയ്യും. നമ്മളുടെ ടാസ്ക്സ് ഗെയിമിഫൈ ചെയ്യാനായിട്ട് ആദ്യം ഒരു പോയിന്റ് സിസ്റ്റം ഉണ്ടാക്കുക. ടാസ്കിൻ്റെ കോംപ്ലക്സിറ്റി, പ്രയോറിറ്റി ഇതൊക്കെ ബേസ് ചെയ്ത് ആവണം പോയിന്റ്സ് സെറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ആഴ്ചയിൽ എത്ര പോയിന്റ്സ് അച്ചീവ് ചെയ്യണം എന്ന് ഒരു ഗോൾ സെറ്റ് ചെയ്യാം. എന്നിട്ട് അത് അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓരോ തവണയും നിങ്ങളുടെ ഹൈ സ്കോർ ബീറ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക. റിമെമ്പർ, നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ കഴിയുന്ന ഗോൾസ് മാത്രമേ സെറ്റ് ചെയ്യാവൂ. ഇനി വലിയ ഗോൾസ് ആണെങ്കിൽ ചെറിയ ചെറിയ ടാസ്കുകളാക്കിയിട്ട് അത് ഓരോ ലെവൽസ് ആക്കിയിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. എളുപ്പത്തിൽ ടാസ്കുകൾ അക്കംപ്ലിഷ് ചെയ്യാനായിട്ട് നിങ്ങളിത് സഹായിക്കും. ചലഞ്ചസ് ടൈം ബേസ്ഡ് ആയിരിക്കാനും ശ്രദ്ധിക്കാം. സിമ്പിൾ ആയിട്ടുള്ളൊരു വർക്കാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് എങ്കിൽ നിങ്ങൾക്ക് ക്ലോക്ക് റേസ് കളിക്കാം. അതായത് 5 to 10 മിനിറ്റ്സ് ഒരു അലാറം സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ക്ലോക്ക് നിങ്ങളുടെ അടുത്ത് വെച്ച് ടൈം നോക്കുക. സെറ്റ് ചെയ്ത സമയത്തിനുള്ളിൽ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക. സെറ്റ് ചെയ്ത സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ടാസ്ക് അക്കംപ്ലിഷ് ചെയ്യാൻ സാധിച്ചാൽ സ്റ്റോപ്പ് ആൻഡ് സെലിബ്രേറ്റ്, ഇല്ലെങ്കിൽ ട്രൈ അഗെയിൻ. നമ്പർ 5, ഡ്രൈവ് ടു വർക്ക് ഹാർഡ്. ഡാനിയൽ എച്ച് പിങ്ക് തൻ്റെ ബുക്കായിട്ടുള്ള ഡ്രൈവ് ദ സർപ്രൈസിങ് ട്രൂത്ത് അബൌട്ട് വാട്ട് മോട്ടിവേറ്റ്സ് അസ് എന്ന ബുക്കിൽ പറയുന്ന ഒരു കൺസെപ്റ്റാണ് AMP. മോട്ടിവേഷന് വേണ്ട 3 ക്രൂഷ്യൽ എലമെൻറ്റ്സ് ആണ് AMP: ഓട്ടോണോമി, മാസ്റ്ററി ആൻഡ് പേർപ്പസ്. ഓട്ടോണോമി എന്ന് പറയുന്നത് നമ്മളുടെ ജോലി, നമ്മളുടെ ലൈഫ് എല്ലാം നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യുന്നതാണ്. മുഴുവൻ കൺട്രോളും നമ്മളുടെ കയ്യിൽ. നമ്മൾ എന്ത് വർക്ക് ചെയ്യണം, എപ്പോൾ ചെയ്യണം എന്നൊക്കെ നമ്മൾ തന്നെ ഡിസൈഡ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മളുടെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കും എന്നാണ് പിങ്ക് പറയുന്നത്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മളുടെ ഉത്തരവാദിത്തം വർദ്ധിക്കും. അതുകൊണ്ടാണ് ഇന്ന് മിക്ക കോർപ്പറേറ്റ് കമ്പനികളും അവരുടെ എംപ്ലോയീസിന് ഇഷ്ടമുള്ള സമയം ഡേ ഓർ നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ അവർക്ക് വർക്ക് ചെയ്യാനായിട്ട് ചൂസ് ചെയ്യാനുള്ള ഒരു ചാൻസ് കൊടുക്കുന്നത്. അതിലൂടെ എംപ്ലോയീസിൻ്റെ മാക്സിമം പ്രൊഡക്ടിവിറ്റിയാണ് അവർക്ക് കിട്ടുന്നത്. ആൻഡ് നമ്പർ 2 ഈസ് മാസ്റ്ററി. ഒരു കാര്യത്തിൽ നമ്മൾ മാക്സിമം ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടാക്കാനായിട്ടുള്ള ആഗ്രഹമാണ് നമ്മളെ മാസ്റ്ററിയിൽ എത്തിക്കുക. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഫീൽഡിൽ മാസ്റ്ററി ചെയ്യാനുള്ള ചാൻസ് ആണ് നിങ്ങൾക്ക് ലഭിച്ച വർക്ക് എന്നുണ്ടെങ്കിൽ സമയമോ ലഭിക്കുന്ന റിവാർഡോ പരിഗണിക്കാതെ നിങ്ങൾ തീർച്ചയായിട്ടും 100% കമ്മിറ്റ്മെൻറ്റോടെ വർക്ക് ചെയ്യും. നമ്പർ 3 ഈസ് പേർപ്പസ്. പേർപ്പസ് എന്ന് പറഞ്ഞാൽ കാരണം. സിമ്പിളായിട്ട് പറഞ്ഞാൽ യുവർ വൈ ടു ഡു ദിസ്. സ്ട്രോങ് ആയ ഒരു റീസൺ, ഒരു വൈ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വർക്ക് ചെയ്യാനായിട്ട് മറ്റൊരു മോട്ടിവേഷൻ നിങ്ങൾക്ക് വേണ്ടി വരില്ല. ഇനി ഇമോഷണൽ ആയ ഒരു റീസൺ ആണ് നിങ്ങൾക്കുള്ളത് എന്നുണ്ടെങ്കിൽ എന്തൊക്കെ ചലഞ്ചസ് വന്നാലും നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ AMP സിസ്റ്റത്തിലുള്ള ഏതെങ്കിലും ഒരു റീസൺ തന്നെ ആയിരുന്നില്ലേ നിങ്ങളെ ഏതെങ്കിലും ഒരു ടാസ്ക് ഇതിനു മുമ്പ് അക്കംപ്ലിഷ് ചെയ്യാനായിട്ട് സഹായിച്ചത്? സോ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങളെ ആക്ഷൻ എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന 5 ട്രിക്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കിയത്. ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് യൂസ്ഫുൾ ഫോർ യു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. Thank you so much for your time. Have a nice day.